കൈതപ്പുരം നാടിന്റെ തിലകക്കുറിയാണ് തൃക്കുറ്റേരിക്കുന്ന്. ശാന്തസുന്ദരമായ ഈ കുന്നിൽ തലയെടുപ്പോടു കൂടി കൈലാസനാഥന്റെ ക്ഷേത്രം. തൃക്കുറ്റേരി കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാഴ്ചകൾ കാണാം. തൃക്കുറ്റേരി കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ഈ പാറക്കുളം ഗംഗയുടെ എല്ലാ പവിത്രതയും അപ്പാടെ ഉൾക്കൊള്ളുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭഗവാൻ ജടിയിൽ ചൂടിയ ഗംഗ, അങ്ങനെ തന്നെ അതിന്റെ പവിത്രത ഈ കുളത്തിൽ മുങ്ങി നിവരുമ്പോഴും ഭക്തർക്ക് ലഭിക്കുന്നു. കുളത്തിന് കരയിൽ തന്നെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ഇടമുണ്ട്. ഇവിടെയും ധാരാളം ഭക്തജനങ്ങളാണ് ബലിതർപ്പണ ദിവസം എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രക്കുളത്തിന് അരികിലായി ഇങ്ങനെ പാറയിൽ നമുക്കൊരു കാഴ്ച കാണാനുണ്ട്. ഇത് പറയുന്നത് വളരെ വർഷങ്ങൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു മഹർഷിവര്യൻ എത്തിയിരുന്നു. തപസ് ചെയ്ത് ഇവിടെ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും എല്ലാ ദിവസവും യാഗം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആ മഹർഷിവര്യൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടത്രേ. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ പാദത്തിന്റെ ആകൃതിയിലാണ് ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുന്നത്. ഒരു പാദം മണ്ണിൽ പാറയിൽ ഊന്നിയ പോലെയും മറ്റ് മുട്ട് വച്ച് പ്രാർത്ഥന നടത്തിയതുപോലെയും ഈ മഹർഷിവര്യന്റെ മുട്ട് വച്ച ഇടവും പാദം വച്ച ഇടവുമാണ് എന്നൊക്കെയാണ് ഭക്തരുടെ വലിയ വിശ്വാസം ഇവിടെയുള്ളത്. വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരു ക്ഷേത്രം തകർന്ന് വീണതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു മരവും അവിടെ തേനീച്ച കൂടും, ആരും അടുക്കാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ക്രമേണ കുറച്ച് പേര് ചെറുപ്പക്കാർ കണ്ടോന്താറും മറ്റു ഭാഗത്തുനിന്നൊക്കെ കൂടി ചേർന്ന് ഒരു ദിവസം അവിടെ ക്ലീൻ ചെയ്തപ്പോൾ അവിടെ സ്വയംഭൂ ശിവൻ്റെ അംശം ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് നാട്ടുകാർ അത് ഏറ്റെടുത്ത് നടത്തുകയും പല ഘട്ടങ്ങളിലായിട്ട് പല പല മാറ്റങ്ങൾ വന്ന് പല പല ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന കൈലാസനാഥ ക്ഷേത്രം വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചെയർമാൻ ശ്രീ ധനഞ്ജയൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ കലശം, ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് കലശം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത കാലത്തായിട്ട് ഏറെ ശ്രദ്ധയാർജിച്ച ഒരു പരിപാടിയാണ് ഇവിടെ ഈ ഒരിക്കലും പറ്റാത്ത ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു പുണ്യ സ്നാന സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യന്മാർക്ക് സ്നാനം ചെയ്യുന്നതിനും ഒക്കെയുള്ള ഈ ജലാശയം ഒരു ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം കുറേ പ്രദേശങ്ങൾ, ഇതൊരു ശരിക്ക് കൈലാസനാഥ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഈ ഗ്രാമത്തിൻ്റെ ബാക്കി താഴ്വാരത്തിലാണ് ഇതിൻ്റെ മറ്റ് ഗ്രാമപ്രദേശങ്ങളൊക്കെ കിടക്കുന്നത്. മണിയറ, കണ്ടോന്താറ്, ചെങ്ങളം, അതുപോലെ തന്നെ കൈതപ്പുറം, ഈ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ, അതിശക്തമായ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. പിന്നെ ചില സമയത്ത് അല്പം ശക്തിക്ഷയം സംഭവിച്ചായി തോന്നും, പക്ഷേ വീണ്ടും അത് ഉണർത്തെടുക്കുന്ന ധ്യാനാവസ്ഥയിലുള്ള ശിവൻ്റെ ശക്തിയുടെ ഫലമായിട്ട് വീണ്ടും വീണ്ടും അത് ഉയർന്നു വരുന്നുണ്ട്. തൃക്കുറ്റേരി കൈലാസനാഥ ക്ഷേത്രം കെട്ടിലും മട്ടിലും എല്ലാം ഒരു പൗരാണിക ക്ഷേത്രത്തിന്റെ ഭംഗി അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. മഹർഷിവര്യന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണ് ഈ തൃക്കുറ്റേരി കുന്ന് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തൃക്കുറ്റേരി കുന്നിൽ അദ്ദേഹം തന്നെ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. കാലക്രമത്തിൽ ആ ക്ഷേത്രം നശിച്ചു പോവുകയും ഇവിടെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ലാതെ ആവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇവിടെ ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചപ്പോഴാണ് കൈലാസനാഥൻ ഇവിടെ സ്വയംഭൂവായിട്ട് ഉണ്ട് എന്നും ഈ നാടിന്റെ ആകെ ഐശ്വര്യത്തിന് ഭഗവാൻ കാരണമാകുന്നു എന്നും മനസ്സിലാക്കുകയും ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തത്. ചില സമയങ്ങളിൽ തപസ്സിൽ മുങ്ങിപ്പോകുന്ന ഭഗവാന്റെ ഒരു ശക്തി ക്ഷയിച്ച പോലെയും തപസ്സിൽ നിന്ന് ഉണരുമ്പോൾ ഇവിടുത്തെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുന്നു എന്നും ഭക്തർ സാക്ഷ്യം പറയുന്നു. ഈ കൈലാസനാഥ ക്ഷേത്രത്തിന് പൗരാണിക ഭംഗി വീണ്ടുവോളമുണ്ട്. അതിന്റെ മാറ്റം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് തിരുമുറ്റത്ത് തന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഇലഞ്ഞിമരവും അതുപോലെ തന്നെ ആലും ആൽത്തറയും എല്ലാം. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഭഗവതിക്ക് സ്ഥാനം, തൊട്ട് പിറകിലായാണ് അയ്യപ്പന് സ്ഥാനം. ഭക്തരുടെ
ഏറ്റവും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന ഒരു ക്ഷേത്രമായി തന്നെ തൃക്കുറ്റിയേരി ക്ഷേത്രത്തെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവഭഗവാന്റെ ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ദുർമരണം പോലെയുള്ളവ വഴിമാറിപ്പോകുമെന്നുള്ള വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ നാട്ടുകാർ ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയിലാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ നടത്തിപ്പും, മുന്നോട്ടുള്ള എല്ലാ നടത്തിപ്പും ഭംഗിയായി നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീപാർവതിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനമാണ്. കൈലാസനാഥന് തൊട്ട് പിറകിലായാണ് ശ്രീപാർവതിക്ക് ഇവിടെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രധാന പ്രതിഷ്ഠയായ ശിവഭഗവാനെ, കൈലാസനാഥനെ കാണാം. അതിന് തൊട്ട് പിറകിലായി പാർവതി ദേവിയെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കില്ല. ഇവിടെ ചെറിയ ചെറിയ കിളിവാതിലുകൾ പോലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനകത്തൂടെ നോക്കിയാലാണ് ദേവിയെ കാണാൻ സാധിക്കുന്നതും അവിടെയുള്ള പ്രഭ അല്ലെങ്കിൽ ഇവിടെ തെളിയിച്ച് വെച്ചിരിക്കുന്ന ദീപം നമുക്ക് കാണാൻ സാധിക്കുന്നതും. ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇടതുവശത്ത് തന്നെ ഇവിടെ ഗണപതിക്കും സ്ഥാനം നൽകിയിരിക്കുന്നത് കാണാം. പ്രധാന പ്രതിഷ്ഠയ്ക്ക് വാതിലിന് മുന്നിലായി ഇവിടെ ഒരു കെടാവിളക്കുണ്ട്. നമുക്ക് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇവിടെയുണ്ട്. ധനഞ്ജയ ഏട്ടാ, നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒരു കെടാവിളക്കുണ്ട്. അപ്പോൾ കെടാവിളക്കിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. കെടാവിളക്ക് കഴിഞ്ഞ ശിവരാത്രി ദിവസം നമ്മുടെ അമ്പലത്തിന് തൊട്ട് മുമ്പിൽ താമസിക്കുന്ന ശ്രീ PK രാജൻ സാറ് എന്ന് നമ്മൾ വിളിക്കുന്ന, നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ സംഭാവന ചെയ്ത് നൽകിയ സംഭവമാണ്. അത് വളരെ മുമ്പ് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഒരു പ്രാവശ്യം നമ്മൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് വളരെ സ്നേഹത്തോടെ ഞാൻ അത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു 1.5 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ സമർപ്പണം അയാൾ ചെയ്തു. അതൊരു ശിവരാത്രി ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ വന്ന് ഈ ആദ്യ തിരി കത്തിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. ഈ നാട്ടിൽ തന്നെ ഒരു ഐശ്വര്യമായി മാറും. ഈ പാറപ്രദേശത്തുള്ള ഒരു അമ്പലമാണ് കൈലാസനാഥൻ എന്ന് പറയുന്നത്. ശരിക്കുള്ള കൈലാസം പോലുള്ള സ്ഥലത്തുള്ള ഒരു അമ്പലം തന്നെയാണ്. എന്തുകൊണ്ടും ഒരു അന്വർത്ഥമാകുന്ന ഒരു പേര് തന്നെയായിരുന്നു ഈ ക്ഷേത്രത്തിന് വന്നത്. അപ്പോൾ ഇപ്പോൾ ഭക്തന്മാർ കുറേ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്, എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ എണ്ണ ഒഴിച്ചാൽ അവരുടെ കുടുംബത്തിനും ഈ നാട്ടിനും ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും തെളിഞ്ഞു കത്തുന്ന പ്രഭ ഈ നാടിന് ആകെ ഐശ്വര്യം ചൊരിയുമെന്നുള്ള വലിയ വിശ്വാസം തന്നെയാണ് ഭക്തർക്കുള്ളത്. ഇവിടെ എണ്ണ പകരുന്നത് അവരുടെ എല്ലാ ആഗ്രഹത്തിനും ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ തന്നെയാണ് ഭക്തർ കണക്കാക്കുകയും ചെയ്യുന്നല്ലേ. അതെ, വലിയ സന്തോഷമാണ്. പുറം നാടുകളിൽ നിന്ന് പോലും ഇപ്പോൾ ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വലിയ സന്തോഷം ഇവിടെ വരാനും എല്ലാവരെയും കാണാനും ഒക്കെ കഴിഞ്ഞതിന് വലിയ സന്തോഷം.